എവർഗ്രീൻ സ്രബ് എന്ന പേരിലാണ് ഈ മർമലൈഡ് ബുഷ് അറിയപ്പെടുന്നത്. അതായത് എല്ലാ സമയത്തും ഫുൾ പച്ചപ്പോട് കൂടെ നിൽക്കുന്ന ഒരു കുറ്റിച്ചെടിയാണ് മർമലൈഡ് ബുഷ്. ഇവയുടെ പൂക്കൾ ബൊഹീനിയ കോക്സീനിയയുടെ പൂക്കളോട് സാമ്യം തോന്നുന്ന രീതിയിലുള്ളതാണ്. നമ്മുടെ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ളൊരു നിറങ്ങളാണ് ഇവയ്ക്ക്. 3 നിറങ്ങളിലായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ കാണപ്പെടുന്നത്. യെസ്റ്റർഡേ ടുഡേ ടുമോറോ ഒക്കെ പോലെ വിരിയുന്ന സമയത്ത് ഒരു യെല്ലോ ഷെയ്ഡിലായിരിക്കും, പിന്നീട് ഒരു ഓറഞ്ച് ഷെയ്ഡിലേക്ക് മാറും, അവസാനമായിട്ട് അതൊരു റെഡ് ഷെയ്ഡിലേക്ക് മാറും. ശരിക്കും ഇങ്ങനെ തീനാളങ്ങൾ പോലെ തോന്നിക്കുന്ന ഈ പൂക്കൾ തന്നെയാവും ഫയർ ബുഷ് എന്ന പേര് ഇതിന് നൽകിയിരിക്കുന്നത്. ഇതൊരു കുറ്റിച്ചെടിയാണ്. നമുക്ക് കട്ടിങ്സ് ഉപയോഗിച്ച് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. മാത്രമല്ല ഇത് സീസണൽ പ്ലാന്റ് ഒന്നുമല്ല, എല്ലാ സമയങ്ങളിലും തന്നെ പൂക്കൾ ഉണ്ടാകുന്നൊരു പ്ലാന്റ് കൂടെയാണ്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണെങ്കിൽ, നല്ല ചൂടുള്ള ക്ലൈമറ്റുള്ള ഭാഗങ്ങളിലാണെങ്കിൽ ചെറിയൊരു ഷെയ്ഡിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്നൊന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മുടെ കമേലിയ അസേലിയൊക്കെ പോലെ ആ ഒരു രീതിയിലുള്ള പരിചരണം കൊടുക്കുന്നതാണ് ഈ പ്ലാന്റിന് ഏറ്റവും നല്ലത്. ഇതിൻ്റെ 2 പ്ലാന്റ്സുകൾക്ക് 299 രൂപയാണ് കേരളത്തിൽ എവിടെ ആയാലും പ്രൈസ് വരുന്നത്. ഇൻക്ലൂഡ് ഷിപ്പിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ചാർജാണ് കേട്ടോ. എക്സ്ട്രാ കൊറിയർ ചാർജ് ഒന്നും നൽകേണ്ടതില്ല. ഇനി ഒരു പ്ലാന്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഈ സൈസിലുള്ള ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 199 രൂപയാണ്. ഈ 2 കോംബോ എങ്ങനെ വാങ്ങിക്കുകയാണെങ്കിലും നിങ്ങൾ എക്സ്ട്രാ കൊറിയർ ചാർജ് ഒന്നും നൽകേണ്ടതില്ല. കൊറിയർ ചാർജോട് കൂടിയ ഒരു പ്രൈസാണ് ഈ 199 രൂപ. DTDC കൊറിയർ വഴിയാണ് നമ്മൾ ഈ പ്ലാന്റ്സുകൾ അയക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മർമലൈഡ് ബുഷ് അല്ലെങ്കിൽ ഫയർ ബുഷ് എന്ന് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഒരു പ്ലാന്റ് ആണോ 2 പ്ലാന്റ്സിൻ്റെ കോംബോ ആണോ വേണ്ടതെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യണം. പ്ലാന്റ്സ് അൺബോക്സ് ചെയ്യുന്ന സമയത്തുള്ള വീഡിയോയോ ഫോട്ടോയോ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ സമയത്ത് പ്ലാന്റ്സ് നിങ്ങൾക്ക് തീരെ റെഡിയായി കിട്ടാത്ത രീതിയിലുള്ള ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ റീഫണ്ട് ചെയ്ത് തരികയോ അല്ലെങ്കിൽ അടുത്ത തവണ എന്തെങ്കിലും പ്ലാന്റ്സ് എടുക്കുന്ന കൂടെ അയച്ചു തരികയോ ചെയ്യുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.